എളുപ്പത്തിൽ സ്ക്വയർ വി എന്ന് പറയുന്ന ഒരു നെക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഈ പ്രാവശ്യം കാണിക്കുന്നത്. ഇതിൻ്റെ കഴുത്ത് വീതി 2.5 ഇഞ്ചും കഴുത്തിറക്കം 6 ഇഞ്ചുമാണ് നമ്മൾ എടുക്കുന്നത്. ഈ മുകളിൽ എടുത്തിരിക്കുന്ന 2.5 ഇഞ്ച് താഴെയും അടയാളപ്പെടുത്തിയതിന് ശേഷം രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുക. മുകളിൽ നിന്നും ഒരു 3 ഇഞ്ച് നമ്മൾ ഇറക്കം അടയാളപ്പെടുത്തുക. അവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് അടയാളപ്പെടുത്തുക. ഈ നെക്കിൻ്റെ മുകൾ ഭാഗം ഇത്രയും നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ളതാണ്. അത് വിട്ടതിന് ശേഷം ഇതിലേക്ക് വളച്ച് വരക്കുക. വീണ്ടും നമ്മൾ ഈ താഴെ ഭാഗത്ത് നിന്നും ഇതാണ് നമ്മുടെ നെക്ക്. ഈ നെക്കിനെ നമ്മൾ കട്ട് ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഈ നെക്കിനെ വൃത്തിയാക്കുവാൻ നമ്മൾ വേറൊരു പീസ് എടുക്കുന്നു. ഇതിൻ്റെ നല്ല വശവും മുട്ടി നിൽക്കേണ്ട രീതിയിൽ നെക്കിൻ്റെ മുകളിലായി വെക്കുക. അതിനുശേഷം പിന്നുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. നെക്കിൻ്റെ അളവ് മാറിപ്പോകാതിരിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിന് ശേഷം മറിച്ച് വെച്ച് നമ്മുടെ മെഷീൻ്റെ പ്രഷർ ഫുഡിൻ്റെ ഈ ഒരു കൈൻ്റെ വീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സൂചി കുത്തി നിർത്തി പ്രഷർ പൊക്കിയതിന് ശേഷം തിരിക്കുക. അപ്പോൾ നമുക്ക് ആ പോയിൻ്റ് കറക്റ്റായിട്ട് കിട്ടും. ഇവിടെയും അങ്ങനെ തന്നെ. അതിനുശേഷം നമ്മൾ വിട്ട സ്റ്റിച്ച് അലവൻസിൻ്റെ പോയി അതേ ലൈനിലൂടെ കട്ട് ചെയ്യുക. നമ്മൾ കട്ട് ചെയ്ത പീസ് മാറ്റിയതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സ്റ്റിച്ച് അലവൻസ് അതിനെ നമുക്ക് നന്നായി മറിഞ്ഞ് കിട്ടുന്നത് വേണ്ടി നോച്ച് ചെയ്യുക. ഈ നോച്ച് ഈ കോർണർ ഭാഗം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. സ്റ്റിച്ചിലേക്ക് കട്ടിങ് പോവാതെ കണ്ടോ, നോച്ച് നന്നായിട്ട് ചെയ്യുക. നോച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നെക്ക് വൃത്തിയാക്കുവാൻ പിടിപ്പിച്ച പീസിനെ ഒരു 1.5 ഇഞ്ച് അളവിൽ റൗണ്ട് ചെയ്ത് വെട്ടിയെടുക്കുക. അതിനുശേഷം നമുക്ക് പീസിൻ്റെ അരിക് ഒരു മടക്ക് വെച്ച് അടിച്ച് വൃത്തിയാക്കാം. അതിനുശേഷം നമുക്ക് വച്ച് പിടിപ്പിച്ച പീസിനെ ഉള്ളിലേക്ക് മടക്കി 2 പീസും തമ്മിൽ പ്രസ് ചെയ്തുള്ള സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ നെക്ക് അടിച്ചു, പതിച്ചടിച്ചു, വൃത്തിയായി അടിച്ചു. നമ്മുടെ നെക്ക് ഫിനിഷായി. ഓക്കെ.